ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില്ലക്ഷരമായ ഇൽ എന്ന അക്ഷരത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വായനാ കാർഡാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മേൽവാരത്ത് വീട്ടിൽ തോൽക്കണ്ടം പൽപ്പു അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. പൽപ്പുവിന് 5ൽ പഠിക്കുന്ന 2 മക്കളുണ്ടായിരുന്നു. അമൽ, വിശാൽ എന്നായിരുന്നു പൽപ്പുവിൻ്റെ മക്കളുടെ പേര്. അമൽ അയൽവാസികളോടും നാട്ടിൽ ഉള്ളവരോടും ഇണക്കത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ ഇടപെടുന്ന കുട്ടിയായിരുന്നു. എന്നാൽ വിശാൽ പൽപ്പുവിനെ പോലെ അഹങ്കാരിയായിരുന്നു. ഒരിക്കൽ പട്ടണത്തിലേക്ക് പൽപ്പുവിനോടൊപ്പം 2 മക്കളും കാറിൽ യാത്രയായി. കുട്ടികളെ കാറിൽ ഇരുത്തിയിട്ട് പൽപ്പു ചന്തയിൽ പോയി. 2 പേരും കാറിൽ ഇരുന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ആ സമയം കരച്ചിൽ വരുന്ന ഒരു കാഴ്ച അമൽ കണ്ടു. ഒരു കുട്ടി മാർക്കറ്റിൽ കൂട്ടിയിട്ടിരിക്കുന്ന പച്ചക്കറി മാലിന്യത്തിൽ വീണ് കിടക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. അമൽ അത് വിശാലിനെ കാണിച്ചു കൊടുത്തു. വിശാൽ അത് വകവെച്ചില്ല. പൽപ്പു വന്ന് കാറിൽ കയറി. അമൽ ആ കാഴ്ച പൽപ്പുവിനെ കാണിച്ചു കൊടുത്തു. വിശാലിൻ്റെ അതേ മനോഭാവം ആയിരുന്നു പൽപ്പുവിനും. അമൽ മനസ്സിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ തിരിച്ച് മേൽവാരത്ത് വീട്ടിൽ എത്തി. പിറ്റേന്ന് വിശാൽ മടി പിടിച്ച് വീട്ടിൽ ഇരുന്നു. അമൽ സ്കൂളിൽ പോയി. ചന്തയിൽ കണ്ട കാഴ്ച അധ്യാപകനോടും കൂട്ടുകാരോടും അമൽ പങ്കുവച്ചു. അവൻ്റെ മിഴി കണ്ണുനീരിൽ കുതിർന്നു. അമലിൻ്റെ അധ്യാപകനായ കമൽ സാറിൻ്റെ വാക്കുകൾ അവന് കുറച്ച് ആശ്വാസം നൽകി. കമൽ സാർ പറഞ്ഞു, നാളെ സ്കൂളിൽ നിന്ന് ചന്തയിലേക്ക് ഒരു യാത്രയുണ്ട്. പലരും ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നത് പോലെ സന്തോഷിച്ചു. പക്ഷേ അമൽ ആ സമയം മനസ്സിൽ പലതിനും തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ നിന്ന് അമൽ അമ്മാവൻ്റെ വീട്ടിൽ പോയി. സ്വന്തമായി വയൽ ഉള്ള ആളാണ് അദ്ദേഹം. നല്ല ഒരു വ്യക്തിയായിരുന്നു. അമൽ വരുന്ന സമയത്ത് അദ്ദേഹം വയലിൽ നിന്ന് വന്നിട്ട് പൂന്തോട്ടത്തിൽ കുറച്ച് ചെടി നടുകയായിരുന്നു. അമലിനെ കണ്ടപ്പോഴേക്കും അമ്മാവിന് വലിയ സന്തോഷമായി. അമ്മായി തിടുക്കത്തിൽ അമലിന് കോപ്പയിൽ ചായ കൊണ്ടുവന്ന് നൽകി. അമൽ ചായ കുടിച്ചു. വീട്ടിൽ ഇരുന്ന് എല്ലാവരും കൂടി സംസാരിച്ചു. അമൽ അമ്മാവനോടും അമ്മായിയോടും ചന്തയിൽ കണ്ട കാര്യവും കമൽ സാറും കുട്ടികളും ചന്തയിൽ പോകുന്ന കാര്യവും അമൽ അവൻ്റെ മനസ്സിൽ തീരുമാനിച്ച കാര്യവും അവരോട് പറഞ്ഞു. അത് കേട്ടപാടെ അദ്ദേഹം പെട്ടിയിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് അവൻ്റെ കയ്യിൽ നൽകി. അമൽ നോട്ട് പോക്കറ്റിൽ ഇട്ടു. വാതിൽ തുറന്നു. അമ്മാവൻ്റെ വിരലിൽ പിടിച്ച് നന്ദി പറഞ്ഞു. സന്തോഷത്തോടെ വീട്ടിൽ എത്തി. പിറ്റേന്ന് അമൽ സ്കൂളിൽ എത്തി. വിശാൽ മടിച്ച് ഇരിപ്പ് തന്നെ. ക്ലോക്കിൽ 12 മണി ആയപ്പോഴേക്കും കമൽ സാറിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും ചന്തയിൽ എത്തി. ഒരു മരത്തിൻ്റെ തണലിൽ എല്ലാവരും ഇരുന്നു. അപ്പോഴേക്കും ഒട്ടിയ വയറിൽ തലോടിക്കൊണ്ട് മാലിന്യ കൂമ്പാരത്തിൽ വീഴുന്ന ഭക്ഷണപ്പൊതി തേടി
കുട്ടികൾ വരുന്നു. വിഷമത്താൽ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. എല്ലാവരും വേഗം മാലിന്യ കൂമ്പാരത്തിൻ്റെ അടുത്തെത്തി. വിശപ്പിൻ്റെ വിളി വലുതാണെന്ന് ഈ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമൽ സാർ പറഞ്ഞു. ഏകദേശം 20-ൽ താഴെ കുട്ടികൾ മാലിന്യ കൂമ്പാരത്തിൽ ഉണ്ടായിരുന്നു. അവരെ ചന്തയിൽ ഉള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി കമൽ സാർ ഭക്ഷണം മേടിച്ചു കൊടുത്തു. കമൽ സാർ ഭക്ഷണത്തിൻ്റെ പണം കൊടുത്തു. അവരെല്ലാവരും ഒരു മരത്തിൻ്റെ തണലിൽ വന്ന് ഇരുന്നു. അമൽ അവൻ്റെ കയ്യിൽ ഉള്ള പൈസ കമൽ സാറിനെ ഏൽപ്പിച്ചു. ഇവരെ ബാൽ ഭവനിൽ എത്തിച്ചാൽ ഇവർ രക്ഷപ്പെടും. ഈ തുക അതിന് നമുക്ക് ഉപയോഗിക്കാം എന്ന് അമൽ കമൽ സാറിനോട് പറഞ്ഞു. അങ്ങനെ ബാൽ ഭവനിൽ അവരെ എത്തിച്ചു. പണവും ഏൽപ്പിച്ച് എല്ലാവരും തിരിച്ചു പോന്നു. കമൽ സാർ അമലിനെ അഭിനന്ദിച്ചു. അമലിന് വളരെയധികം സന്തോഷമായി. കമൽ സാറിൻ്റെ മനസ്സിൽ അമലിൻ്റെ നല്ലൊരു ഹൃദയം അദ്ദേഹം കണ്ടു. ഇതൊന്നും അറിയാതെ അമൽ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. പിന്നീട് കമൽ സാർ ആർക്കും പ്രയാസം വരാത്ത തരത്തിൽ തുക ശേഖരിക്കാൻ തുടങ്ങി. ശേഷം ബാൽ ഭവനിൽ ഏൽപ്പിച്ചു പോന്നു. അമൽ വീണ്ടും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു. അമൽ നല്ല ഒരു ജോലിക്കാരനായി മാറി. പാവങ്ങളെ സഹായിച്ച് ഇന്നും ജീവിച്ചു പോരുന്നു. എന്നാൽ വിശാൽ ഇന്നും പൽപ്പുവിൻ്റെ സ്വഭാവത്തിൽ തന്നെ ജീവിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടി രക്ഷിക്കാൻ സാധിച്ചാൽ അതിലും വലിയ നന്മ ഇനി വരാനില്ല. അമലിൻ്റെ ജീവിതം നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഇൽ എന്ന ചില്ലക്ഷരത്തിന് പ്രാധാന്യം നൽകുന്ന ഈ വായനാക്കാർഡ് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അറിവ് പകരുന്ന പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.